നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഓരോരുത്തർക്കും ഓരോ രീതികളല്ലേ ആന്റി. ചിലർക്ക് ചോറ് നന്നായി വെന്ത് വരണം, ചിലർക്ക് വറ്റുകൾ പരസ്പരം പൊട്ടുന്നത് പോലും ഇഷ്ടമല്ല. ഇതിലേതാ ശരത്തേട്ടന്റെ താല്പര്യം? അവൻ അങ്ങനൊന്നുമില്ല. അത് ആന്റിയുടെ തോന്നല. ഒരു അമ്മായി അമ്മയോട് എല്ലാ ഇഷ്ടങ്ങളും തുറന്നു പറഞ്ഞ് വെച്ചുണ്ടാക്കി കഴിക്കാൻ പറ്റില്ലല്ലോ ശരത്തേട്ടന്. ഒക്കെ ഇനി ഞാൻ കണ്ടറിഞ്ഞ് ചെയ്തോളാം. കുടംപുളിയിട്ട മീൻകറിയാണോ ബാളം പുളിയിട്ട മീൻകറിയാണോ ശരത്തേട്ടന് ഇഷ്ടമെന്ന് അറിയണം. എരിവ് എത്രത്തോളം വേണമെന്ന് ചോദിച്ചു മനസ്സിലാക്കണം. അങ്ങനെ ഭക്ഷണത്തിൽ തുടങ്ങി ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന സമയം വരെ ഞാൻ ശരത്തേട്ടനെ പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ശരത്തേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണായി ഞാൻ മാറും. ഒടുവിൽ ഏട്ടൻ തന്നെ പറയും, ശ്രുതിയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന്. ഒരാണിന്റെ മനസ്സിൽ കയറി പറ്റാനുള്ള ഏറ്റവും എളുപ്പ വഴി വാ ആണെന്നാ പറയുന്നത്. നല്ല ഭക്ഷണം വാക്കി രുചിയായി ഉണ്ടാക്കി കൊടുത്താൽ ഏതാണിനും ആ പെണ്ണെ ഇഷ്ടപ്പെടാതിരിക്കാനാവില്ല. പഴഞ്ചൊല്ലൊക്കെ പഴഞ്ചൊല്ലു മാത്രമാണ് ശ്രുതി. യാഥാർത്ഥ്യം അതിൽ നിന്നൊക്കെ കുറച്ച് അകലായിരിക്കും. ആന്റി എന്താ ഉദ്ദേശിച്ചത്? ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തും മറ്റിഷ്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്ന് കരുതി ശരത്തിന്റെ മനസ്സിൽ പകരക്കാരിയാകാൻ പറ്റുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നീ എപ്പോഴും ചിന്തിക്കുന്നത് എന്റെ ദേവിയെ അവന്റെ ഉള്ളിൽ നിന്ന് പറിച്ചു കളഞ്ഞ് ആ സ്ഥാനത്ത് കേറിയിരിക്കണമെന്നാ. അതിന് നിന്നെ കൊണ്ടാവില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ശരത്തിന് അതിന് കിട്ടില്ലെന്ന് ഞാൻ ഉറപ്പായി പറയും. തുറന്നു ചോദിക്കുന്നോണ്ട് ആന്റി വേറൊന്നും കരുതരുത്. എന്റെ ഒരു അപേക്ഷയായി കണ്ടാ മതി. ആന്റിക്ക് ആന്റിയുടെ മകളായ ദേവിയോട് ഒരു വല്ലാത്ത സ്നേഹം കാണും. പ്രത്യേകിച്ചും അകാലത്തിൽ മരിച്ചു പോയതുകൊണ്ട് ആ വേദനയും ഉള്ളിൽ കാണും. പക്ഷേ ദേവി ചേച്ചിയുടെ സ്ഥാനത്ത് വേറൊരാൾ വരുന്നതിനെ ദേവി ചെയ്ത് തടയാൻ നോക്കരുത്. ഓപ്പണായി തന്നെ ഞാനങ്ങ് പറയുക, ദേവി ചെയ്ത് ഞാനും ശരത്തേട്ടനെ ഒന്നിക്കുന്നതിന് ആന്റി ഒരു തടസ്സം ആവരുത്. എനിക്ക് ഉറപ്പുണ്ട്, ശരത്തേട്ടന്റെ മനസ്സിൽ ദേവിയുടെ സ്ഥാനത്ത് ഞാൻ വരും. ദേവിയേച്ചിയെ മറന്ന് ശരത്തേട്ടൻ എന്നെ സ്നേഹിക്കുകയും ചെയ്യും. നീ എന്റെ കൂടെ ഒന്ന് വന്നേ. എങ്ങോട്ട്? വാ എന്റെ കൂടെ. ഒരിക്കൽ ശരത്തും ദേവിയും അവരുടെ സ്നേഹം പങ്കുവച്ച് ജീവിച്ച മുറിയാണിത്. ഈ മുറിയിൽ എന്റെ മകളുടെ ഗന്ധമുണ്ട്. അതെന്നെക്കാൾ നന്നായി തിരിച്ചറിയുന്നത് ശരത്താണ്. ആ ഗന്ധം ശ്വസിച്ചാണ് അവൻ ഉറങ്ങുകയും ഉണരുകയും ജീവിക്കുകയും ചെയ്യുന്നത്. വളരെ നിസ്സാരമായി നീ പറഞ്ഞില്ലേ ശരത്തിന്റെ മനസ്സിൽ നിന്ന് ദേവിയെ പറിച്ചു കളഞ്ഞിട്ട് ആ സ്ഥാനത്ത് നീ വരുമെന്ന്. ഞാനായിട്ട് എന്റെ മകളോടുള്ള സ്വാർത്ഥത കൊണ്ട് ഞാൻ തടസ്സം നിൽക്കുമെന്ന് ഇനി കാണിച്ചു തരാം നിനക്ക്. ദാ നോക്ക്, വാ വന്ന് നോക്ക്. ഈ ഇരിക്കുന്നത് മുഴുവൻ ദേവിയുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളുമാണ്. ഇത് കണ്ടോ, ഞങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ച എന്റെ മകളുടെ അവസാന പിറന്നാളിന് ശരത് അവൾക്ക് വാങ്ങിക്കൊടുത്ത സാരിയായത്. പൂർത്തീകരിക്കാനാകാതെ പോയ ഒരാഗ്രഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് അവൻ ഈ സാരി മാറ്റിവെച്ചിരിക്കുന്നത്. ഇതൊക്കെ എടുത്തു മാറ്റണമെന്നും ദേവിയെ കുറിച്ചുള്ള ചിന്ത പോലും നിന്റെ മനസ്സിലുണ്ടാകരുതെന്നും പലവട്ടം ശരത്തിനോട് ദേവിയുടെ അമ്മയായി ഞാൻ എല്ലാം മറന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ അവൻ പറഞ്ഞൊരു വാചകമുണ്ട്, അവൻ ജീവിക്കുന്ന ശ്വാസമാണ് ഈ ഓർമ്മകളെന്ന്. എന്റെ മോളോടുള്ള എന്റെ സ്നേഹം ഞാനൊരിക്കലും ശരത്തിന് മേൽ അടിച്ചേൽപ്പിക്കില്ല. പക്ഷേ എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമുണ്ട് മോളെ, അവന്റെ മനസ്സിൽ ദേവിക്ക് പകരക്കാരിയായി കയറി പറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിനക്കെന്നല്ല ആർക്കും അതിന് കഴിയില്ല. ദേഷ്യം കൊണ്ട് പറയുന്നതല്ല, സ്നേഹം കൊണ്ട് പറയുക. വെറുതെ അവനെ കുറിച്ചുള്ള മനക്കോട്ട കെട്ടി ജീവിതം പാഴാക്കരുത്. സത്യത്തിനെ സത്യമായി തന്നെ മനസ്സിലാക്കണം. സ്വപ്നമല്ല ജീവിതം, അത്രേ ഞാൻ പറയുന്നുള്ളൂ.
ശരത്തേട്ടന്റെ മനസ്സിൽ നിന്നും ദേവി അടർത്തി മാറ്റാൻ ഞാൻ വിചാരിച്ച നടക്കും ആന്റി. ആന്റി നോക്കിക്കോ, ആന്റിയുടെ മകളുടെ സ്ഥാനത്ത് ഞാൻ വരും, ശരത്തേട്ടന്റെ ഭാര്യയായി. ആ മനസ്സിൽ കയറിപ്പറ്റാൻ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. എന്താ പെങ്ങളെ, എന്താ കാര്യം? അയാളെ ഞാൻ ഇന്ന് കണ്ടു ചേട്ടായി. ആ കാർത്തിക് എന്റെ കൺമുന്നിൽ വന്ന് പെട്ടു. എവിടെ വെച്ച് അവനെ കണ്ടത്? ആ പള്ളിക്കടുത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സില്. അയാൾ അവിടേക്ക് വരുമ്പോ ഞാനും ശരത് സാർ അവിടെ ഉണ്ടായിരുന്നു. ഞാനാ കാർത്തികിനെ ആദ്യം കണ്ടത്. ശരത് സാറ് അവനെ കണ്ടോ? സാർ അയാൾ അന്വേഷിച്ച് ആ ഷോപ്പിംഗ് കോംപ്ലക്സ് മുഴുവനും അരിച്ചു പെറുക്കി. അവൻ ഇങ്ങോട്ട് മറഞ്ഞു കളഞ്ഞു. അവൻ പെങ്ങളെ കണ്ടോ? ഇല്ല, അയാൾ എന്നെ കണ്ടില്ല ചേട്ടായി. ഒരു കാര്യം ഉറപ്പായി, കാർത്തിക് ഇപ്പോ ഈ സിറ്റിയിൽ എവിടെയുണ്ട്. ഞാനും മാലിന്യൊക്കെ ഇത് നേരത്തെ പറഞ്ഞതല്ലേ. അറിയാം, നിങ്ങളൊക്കെ കാർത്തികിനെ കണ്ടുന്ന് എന്നോട് പറയുമ്പോഴും ദേഷ്യപ്പെട്ടതും അയാൾ മരിച്ചെന്ന് പറഞ്ഞതും സത്യം ഉൾക്കൊള്ളാൻ ആകാഞ്ഞിട്ടല്ല ചേട്ടായി. അയാള് ജീവനോടെ ഇരിക്കുന്നുവെന്ന് എല്ലാവരെയും പേടിപ്പിക്കേണ്ടെന്ന് കരുതിയ. ഇപ്പൊ അയാള് എന്റെ കൺമുന്നിൽ തന്നെ വന്ന് പെട്ടിരിക്കുന്നു. ആദ്യം മാലിനി, പിന്നെ ഞാൻ, ലക്ഷ്മിയമ്മ, പിന്നെ ഈ അച്ഛമ്മ പോലും കാർത്തികിനെ ഈ പരിസരത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. സത്യ മോളെ, നല്ല വൃത്തിയായിട്ട് ഞാനവനെ കണ്ടതാ. നമ്മുടെ സമീപ പ്രദേശത്ത് തന്നെ കാർത്തിക് ഒന്ന് തമ്പടിച്ചിരിക്കുന്നെങ്കിൽ അതിലൊരു അപകടം മണക്കുന്നില്ല സുന്ദരി. കാർത്തിക്കിന്റെ സ്വഭാവം നമുക്ക് രണ്ടാൾക്ക് നന്നായിട്ട് അറിയാം. എന്തെങ്കിലും ദുരുദ്ദേശമില്ലാതെ അവൻ ഈ പ്രദേശത്ത് തന്നെ ചുറ്റിത്തിരിയില്ല. എന്ത് ദുരുദ്ദേശം? അയാൾക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ മഴമോളുടെ കാര്യം അച്ഛമ്മ എന്താ ഉദ്ദേശിച്ചത്? മഴമോൾ അയാൾ വന്ന് എടുത്തോണ്ട് പോവുന്നോ? അത് നടക്കുന്ന തോന്നുന്നുണ്ടോ അച്ഛമ്മയ്ക്ക്? അങ്ങനെ ഞാനങ്ങ് വിട്ടുകൊടുക്കുന്നു തോന്നുന്നുണ്ടോ? അതല്ല ചേച്ചി, ഇനി അയാള് ഇവിടേക്ക് വന്നു കയറി ഒരു പ്രശ്നം ഉണ്ടാക്കിയാലോ? അത് കൊള്ളാം, നല്ല കഥയായി പോയി. ഇവിടേക്ക് വന്നു കയറി ഒരു പ്രശ്നം ഉണ്ടാക്കാനോ?